എനിക്ക് ഇച്ചിരി ഒരുങ്ങി സുന്ദയാവുന്നുണ്ട് സുന്ദ. ഇതാണ് എൻ്റെ പെരുന്നാൾക്കോടി. ഇച്ചിരി മോഡേൺ പെരുന്നാൾക്കോടിയാണെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ കണ്ടെയ്നറിലാണ് നമ്മൾ ഇന്ന് എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നത്. നമ്മൾ ഇന്നൊരു വെറൈറ്റിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോവാണ്. ഞാനും വാപ്പച്ചിയും എൻ്റെ തായും കൂടെ. അവിടെ പെരുന്നാളിന് സ്ത്രീകൾക്കും നിസ്കരിക്കാൻ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിസ്കരിക്കാൻ പോവാണ്. നിസ്കരിച്ചിട്ട് വരുമ്പോഴേക്കും ഉമ്മച്ചി ബിരിയാണി റെഡിയാക്കും. നമ്മുടെ ഇടിയപ്പമൊക്കെ അവിടെ ഓൾറെഡി റെഡിയാണ്. ബിരിയാണിയുടെയും സാലഡിൻ്റെയും കണ്ടെയ്നേഴ്സ് ഇന്നലെ നമ്മൾ വാങ്ങിച്ച് കഴുകി ഉണക്കി തുടച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഒരു ബാഗി ക്രോപ്പ് ടോപ്പ് ഉണ്ട്. ഇത് ശരിക്കും ബാഗി അല്ല, ക്രോപ്പ് ടോപ്പ് ആയ സ്ഥിതിക്ക് ബാഗി അല്ലായിരുന്നു. പക്ഷേ എടുത്തു വന്നപ്പോൾ സൈസ് ഇച്ചിരി വലുതായിപ്പോയി ഗൈസ്. പിന്നെ കണ്ട, ഇതാണ് എൻ്റെ കാൽ. ഇത്രയും ബാഗിയായ ജീൻസും ക്രോപ്പ് ടോപ്പുമാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എല്ലായിടത്തും പോകാൻ തിരക്കിട്ട് ഇപ്പോൾ പള്ളിയിൽ പോകാൻ വരെ എന്തൊരു തിരക്കാണ് ഗൈസ്. പൈനാപ്പിൾ ഇപ്പം നമ്മൾ ഒരുമിച്ച് കാണിച്ചപ്പോൾ ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ 2 പൈനാപ്പിൾ ഇരിക്കുന്നു. അയ്യോ, പൈനാപ്പിളാണ് കിടക്കുന്നത് ഗൈസ്. ഗൈസ് എൻ്റെ മോഡേൺ പെരുന്നാൾ ഔട്ട്ഫിറ്റാണ്. എങ്കിലും നമുക്കൊന്ന് ഒരുങ്ങാം. എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഒരുങ്ങി റെഡിയാകാം. സ്കൂൾ ഹോളൊക്കെ പിന്നെ ചെയ്യാം. നമുക്ക് ഇപ്പം റെഡി ആവാം. നമുക്ക് നമ്മുടെ കാപ്പി വിശേഷങ്ങൾ അറിയാം. നമ്മുടെ ഇടിയപ്പം, യമ്മി ബീഫ് കറി. ചിലപ്പോൾ പൊറോട്ട വരും ഗൈസ്. അങ്ങനെയാണ് നമുക്ക് പൊറോട്ട കഴിഞ്ഞാൽ. പൊറോട്ട വരാൻ ലേറ്റായാൽ നമുക്ക് ഇടിയപ്പം തിന്നിട്ട് പൊറോട്ട കഴിഞ്ഞാൽ ഓക്കെ. എൻ്റെ ഒരിക്കും ഇത്രയേ ഉള്ളൂ. ഒരു മുടിയൊന്ന് പിടിച്ചു തരട്ടാ. ഈ 2 ബാങ്ക്സ് വീതം പിടിച്ചിടുക, ഐലൈനർ അത് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ വെക്ക. നമ്മുടെ ബീഫ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ബൗളിലാക്കി ഒക്കെ ടേസ്റ്റ് ചെയ്യണ്ട്. ലെറ്റ്സ് ടേസ്റ്റ്. ഗ്രേവിയാണ് ഫസ്റ്റ് നമ്മൾ റേറ്റ് ചെയ്യാൻ പോകുന്നത്. വെറും ഗ്രേവി. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഇനി കഷ്ണം മാത്രം ചെയ്യാം. എൻ്റെ ഉടുപ്പിലായ ഗോസ്. Now you guys watch me കഷ്ടപ്പെടാൻ. If this happens quickly, take an ice cube. ഇവിടെ എല്ലാം കൂടെ വെച്ച് തേക്കുന്നു. അത് ഊരി ഭംഗി ഉണക്കായത് ഐസ് വെച്ച് വരയ്ക്കുന്നു. ഞാൻ ഈ ഉടുപ്പിട്ടോണ്ട് ഇളക്കുന്നൊട്ട് സേഫ് അല്ല. ഞാൻ ഇത് മാറ്റിയിടാൻ പോകുന്നു. ഞാൻ പാൻറ്റിൽ അവിടെ വെച്ച് പായസം ഒഴിച്ചേ. അയാള് തുടങ്ങിയില്ലല്ലോ, പിന്നെ നീ പൊറോട്ട ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം 2 പൊറോട്ടയും കഴിച്ച. എനിക്ക് പൊറോട്ട കറിയുടെ കൂടെ കൂട്ടി തിന്നാനേക്കാൾ പച്ചക്ക് തന്നെ ഇഷ്ടമാണ്. അപ്പം പക്ഷെ ഞാൻ കറിയുടെ കൂടെ കൂട്ടിയെ തിന്നു. ഇടിയപ്പം ഒന്നും പറയാനില്ലാത്തൊരു ഇടിയപ്പം കൂടെ എടുക്കാം. ഓക്കെ ഗൈസ്, എന്നെ കണ്ടിട്ട് മാത്രം ഇവിടെ ആർക്കും പെരുന്നാളാണെന്ന് തോന്നുന്നില്ല അത്ര. അപ്പം നമുക്ക് ഇച്ചിരി ഒരുങ്ങാം. ഇതൊക്കെ ഇട്ട് ഒരുങ്ങാം. ഓക്കെ, കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇച്ചിരി ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്കും പൗഡറും ഇടാം. പാടുവാനുള്ളിൽ വന്നൊരു ശ്രീകാര്യം. പിന്നെ
ഇടവായി നീ ആയിഷ ഒരു വാക്കിൻ മുന്തിരിക്കും. ഗൈസ് ഞാൻ അതിൽ നിന്നൊന്ന് ഉറങ്ങി എണീച്ചത് ബിരിയാണി റെഡി ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച കണ്ടെയ്നേഴ്സിൽ ബിരിയാണിയും സലാഡും ഒഴിച്ചു. നമ്മളിതാ ഒരു വലിയ പാൽ കുപ്പിയിൽ നമ്മളിതാ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇച്ചിരി വൈറ്റ് കണ്ടെയ്നേഴ്സ് നമ്മൾ വാങ്ങിച്ചായിരുന്നു, അതിലും സാലഡ് ഒഴിച്ചു. ഇതായിരുന്നു ബിരിയാണി ഗൈസ്. യമ്മി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. എനിക്ക് ഈ മസാല മിക്സായി കിടക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം, അടിയിൽ ഉള്ളിയുള്ളതല്ല. വണ്ടിയില് ഇരുന്നിട്ട് ദേഹമാകെ വേർക്കണ്. എന്നിട്ട് കണ്ടെയ്നേഴ്സ് എല്ലാം നമ്മൾ 2 കാർഡ്ബോർഡിൽ വെച്ച് നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. ബിരിയാണി സപ്ലൈ പോലെയുണ്ട്, പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും വേണ്ടി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇതിലാർക്കൊക്കെ വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അവരെ ഒന്നും വീഡിയോ എടുത്തില്ല. കാരണം ഇതൊക്കെ അവർക്ക് സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുപോയത്.